30-ാം തീയതി കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് ഉദ്യോഗസ്ഥർ ഹാജരാകണം. സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറൈസേഷൻ ചുമതലയുള്ള ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും 30-ന് കോടതിയിൽ ഹാജരാകണം. അന്ന് ഹാജരാകുമ്പോൾ ഒരു സമഗ്രമായ കർമ്മ പദ്ധതി ഈ കോടതിയിൽ ഹാജരാക്കണം. ഏറ്റവും ആധുനികവും ശാസ്ത്രീയവുമായ അക്കൗണ്ടിംഗ് രീതികളിലേക്ക് മാറുന്നതിനുള്ള സമയബന്ധിതമായ ഒരു കർമ്മ പദ്ധതി സമർപ്പിക്കാനാണ് കോടതി ഈ ഉദ്യോഗസ്ഥരോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇതോടൊപ്പം നിലയ്ക്കലിലെ ഒരു പെട്രോൾ പമ്പ്, ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിലയ്ക്കലിൽ നമുക്കറിയാം ശബരിമലയിലേക്ക് കടക്കുമ്പോൾ നിലയ്ക്കൽ മുകൾ ഭാഗത്തേക്ക് പോകുന്നതിന് തൊട്ടടുത്തുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടെ മാത്രം 40 ലക്ഷത്തിന്റെ കുറവ്, ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഒരു കുറവുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കൃത്യമായ സാമ്പത്തിക വിനിമയത്തിന്റെ അച്ചടക്കമില്ലായ്മയും അതോടൊപ്പം തന്നെ ഒരു സിസ്റ്റം മൊത്തം പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട അലസമായ സമീപനമുണ്ട് എന്ന് കൃത്യമായി തന്നെ കോടതി വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കൃത്യമായ സാമ്പത്തിക ക്രമക്കേടുകൾ തത്സമയം കണ്ടെത്താനും ഉത്തരവാദിത്തം ഉടനടി നിശ്ചയിക്കാനും നഷ്ടപ്പെട്ട തുകകൾ തിരിച്ചു പിടിക്കുകയും ഒക്കെ അതിനനുസരിച്ച് അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കുക എന്നിവ മുൻനിർത്തിക്കൊണ്ട് ഹൈക്കോടതി ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. 30-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് ഈ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി ഇതിന്റെ പുതിയ സാധ്യതകൾ കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും.